തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. നവംബർ 2-ന് സർവകക്ഷി യോഗം ചേരും. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ്, ഇപ്പോഴും ദേശീയ വിദ്യാഭ്യാസ നയത്തിലടക്കം ചേർത്ത് തുടരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഈ സർവകക്ഷി യോഗം വിളിക്കുന്നതിന് ഉദ്ദേശം എന്താണ് റഹീസ്? ആശ്മി, നിലവിൽ ഈ SIR-മായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ പ്രത്യേകിച്ച് DMK-യും ഒക്കെ വലിയ തോതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അതായത് ഇത് ഒരു തരത്തിലും സാധാരണ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണമായി കാണാൻ കഴിയില്ല. ഇത് പ്രത്യേകമായ ചില അജണ്ടകൾ വെച്ചിട്ടുള്ള വോട്ടർ പട്ടികയുടെ പരിഷ്കരണമാണ്. അതുകൊണ്ട് അതിനെ അത്തരത്തിൽ അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല. സാധാരണ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വോട്ടർ പട്ടിക പരിഷ്കരണമാണ് എങ്കിൽ തങ്ങൾക്ക് അത് അംഗീകരിക്കാനാകുമായിരുന്നു. പക്ഷേ നിലവിൽ ബീഹാറിലെ സ്ഥിതി കാണുന്നതാണ്. ബീഹാറിൽ ചില പ്രത്യേക വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നത് അടക്കമുള്ള ചില വീക്ഷണങ്ങളാണ് DMK-യും സർക്കാരും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തമിഴ്നാടിനെയും ലക്ഷ്യമിടുന്നുണ്ട്. പ്രത്യേകിച്ച് AIDMK-യുമായി BJP മുന്നണി ഉണ്ടാക്കിയതിനു ശേഷം ഏതൊക്കെ തരത്തിൽ DMK-യുടെ വോട്ട് ഇല്ലാതാക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ DMK-യുടെ വോട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് BJP. അപ്പോൾ അതിനെ കൂടി വളം വെക്കുന്ന തരത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം. അതിനെ പല കാരണങ്ങൾ DMK മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനം ഈ ന്യൂനപക്ഷ വോട്ടുകൾ വെട്ടിക്കളയുന്നു എന്നുള്ള ഒന്നാണ്. രണ്ടാമതായിട്ട് ഈ മഴ, നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇതിനിടയിൽ ഇതൊക്കെയും ഇടപെടേണ്ട ഉദ്യോഗസ്ഥരെ SIR-ന് വേണ്ടി പറഞ്ഞുവിടുന്നത് ഒട്ടും ശരിയല്ല. അത്തരത്തിൽ ഒരു ഇടപെടൽ ഈ സമയത്തായിരുന്നില്ല ഉണ്ടാകേണ്ടത്. വോട്ടർ പട്ടിക സമയമെടുത്ത് പരിഷ്കരിക്കണം. എല്ലാവർക്കും കൃത്യമായി അതിൽ ഒരു വീണ്ടും വോട്ട് വെട്ടിപ്പോയാൽ അത് ചേർക്കാനും സൂക്ഷ്മ പരിശോധനയ്ക്കും വേണ്ടിയിട്ടുള്ള സമയമൊക്കെ നൽകണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ചയായത്. ഈ DMK സഖ്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കക്ഷികളും, കോൺഗ്രസും ഈ DMK-യും ഒപ്പം തന്നെ ഇടതു പാർട്ടികളും അങ്ങനെ BC-ക്ക് ഉൾപ്പെടുന്ന എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അങ്ങനെയാണ് നവംബർ 2-ന് സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നവംബർ 2-ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. ഏത് തരത്തിലാണ് സംസ്ഥാനത്ത് ഇത് ചെറുക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കും. നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ആ തരത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹാഷ്മി, യെസ്, എന്തായാലും രാഷ്ട്രീയ വിയോജിപ്പുകൾ വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, അത് പ്രാക്ടിക്കൽ രാഷ്ട്രീയ വഴിയിൽ കാണിച്ചു തരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. അപ്പോൾ ഏത് രീതിയിലാകും ഇതിലെ അവരുടെ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ ഇതിലെ അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കലും നമുക്ക് എന്തായാലും സർവകക്ഷി യോഗത്തിൽ കാത്തിരുന്ന് കാണുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.